സാമ്രാജ്യങ്ങൾക്കകത്ത് 4 ലോകൈക സാമ്രാജ്യങ്ങൾക്കകത്ത് ശ്രോത്രം 2 ലോകൈക സാമ്രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, മൊത്തത്തിൽ 4 ലോകൈക സാമ്രാജ്യങ്ങളാണ്. അതിനകത്തെ ആദ്യത്തെ 2 ലോകൈക സാമ്രാജ്യങ്ങളായ ബാബിലോണിയ സാമ്രാജ്യത്തിലും അതുപോലെ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെയും മന്ത്രിപദം, പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിത്വമാണ് ദാനിയേൽ പ്രവാചകൻ. എന്ന് പറഞ്ഞാൽ 2 ലോകൈക സാമ്രാജ്യത്തിലെ 4 രാജാക്കന്മാരുടെ കീഴിൽ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ദാനിയേൽ പ്രവാചകൻ. നമുക്കറിയാം, ഒന്നാമത്തെ ലോകൈക സാമ്രാജ്യമായിരിക്കുന്ന ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ നെബൂഖദ്നേസർ നമുക്കറിയാം. ഇന്നലെ രാത്രി നമ്മൾ ആ ഭാഗം പറഞ്ഞ് നിർത്തി. നെബൂഖദ്നേസർ ചക്രവർത്തിയാണ്. അതായത് ബാബിലോണിലെ ആടുന്ന പൂന്തോട്ടം, ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കിയ നെബൂഖദ്നേസർ ചക്രവർത്തി. അദ്ദേഹമാണ് ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ആ കാലഘട്ടത്തിലെ സ്ഥാപകൻ. അങ്ങനെ പറഞ്ഞു വിടുന്നു, നമുക്ക് വിവരിക്കാൻ സമയമില്ല. യഥാർത്ഥത്തിൽ ബാബിലോണിയ സാമ്രാജ്യം ഉണ്ടാക്കിയ നെബൂഖദ്നേസർ അല്ല, അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആരംഭിക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്തത് അത് നെബൂഖദ്നേസർ ചക്രവർത്തിയാണ്. അതിനുശേഷം തന്റെ കൊച്ചുമകനാകുന്ന ബെൽഷസ്സർ രാജാവായി. അപ്പോ ബാബിലോണിയ സാമ്രാജ്യത്തിനകത്ത് 2 രാജാക്കന്മാരായിരുന്ന നെബൂഖദ്നേസറിന്റെ ബെൽഷസ്സറിന്റെ മന്ത്രിയായിരുന്നു ദാനിയേൽ. നമുക്കറിയാം ദാനിയേൽ പ്രവചനത്തിൽ. അത് കഴിഞ്ഞിട്ട് വന്ന സാമ്രാജ്യമാണ് മേദ്യ പേർഷ്യ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിനകത്തെ ഒന്നാമത്തെ രാജാവായ ദരിയാവേശിനും രണ്ടാമത്തെ രാജാവായ സൈറസിനും കോരശിനും പ്രധാനമന്ത്രിയായിരുന്നവനാണ് ദാനിയേൽ. അതാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്. 2 ലോകൈക സാമ്രാജ്യത്തിലെ 4 രാജാക്കന്മാരുടെ കീഴിൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. അത്രയും പ്രധാനമന്ത്രി പദം അലങ്കരിക്കുമ്പോൾ തന്നെ ഒരു ദൂത് പറയാനാണ് ഞാൻ ഈ വാച്ചിനായിട്ട് വരുന്നത്. അത്രയും പ്രധാനമന്ത്രി പദം അലങ്കരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ദാനിയേൽ പ്രവചനത്തിൽ തന്നെ കിടക്കുന്ന 6-ാം അധ്യായം തുടങ്ങുന്നത് 127 സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകം മൊത്തം അടക്കി ഭരിച്ചിരിക്കുന്ന 127 സാമ്രാജ്യങ്ങൾ, അതിന്റെയൊക്കെ പ്രധാനമന്ത്രിയാണ് ദാനിയേൽ. നമ്മൾ അതിനൊക്കെ ഒന്ന് സ്തോത്രം പറയണം. സ്തോത്രം ഒരു വാക്ക് പറയാനാ, ദൈവം ഒരുവനെ ആദരിച്ചാൽ എവിടം വരെ ആദരിക്കുമെന്ന്. ശ്രദ്ധിക്കണേ, നമ്മൾ ഇന്നൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് പോലെ പറഞ്ഞു നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തലമുറകളുടെ ഭാവിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ദൂതറവിടുക. നമ്മുടെ അറ്റ്മോസ്ഫിയറിലോ നമ്മുടെ റേഞ്ചിലോ ഒന്നുമല്ല ദൈവം നമ്മുടെ തലമുറകളെ ആദരിക്കുന്നത്. നമ്മുടെ തലമുറകളെ ദൈവം ആദരിക്കാൻ മനസ്സ് വെച്ചാൽ റിജോയ്സ് മിനിസ്ട്രിയോട് പരിശുദ്ധാത്മാവിന്റെ പ്രവചിക്കുകയാണ്. 2024 ഈ പ്രാരംഭ ദിവസം ഇടപെടുകയാണ്. അല്ലെ, നമ്മുടെ തലമുറകളെ ദൈവം മനസ്സ് വെച്ച് ആദരിച്ചാൽ, ഒരു ദാനിയേലിനെ ആദരിച്ച ദൈവം, ഒരു യോസഫിനെ ആദരിച്ച ദൈവം, എനിക്കറിയില്ല ഇത് പറയുമ്പോൾ ഒരു പ്രൊഫറ്റിക്കൽ വേർഡായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അല്ലെങ്കിൽ ഒരു യോസഫിനെ ആദരിച്ചതുപോലെ, ഒരു ദാനിയേലിനെ ആദരിച്ചതുപോലെ സാമ്രാജ്യങ്ങളുടെ ഭരണചക്രങ്ങളെ തിരിക്കത്തക്കവണ്ണം ആ തലത്തിൽ നമ്മുടെ തലമുറകളെ ആദരിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കരമുയർത്തി ഇന്ന് രാവിലെ സ്തോത്രം പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പ്രവചനാത്മാവിൽ ആ വാക്ക് പറഞ്ഞത്. ഒരു വാക്കൂടെ പറയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയാറില്ലേ, കർത്താവ് എന്റെ കുഞ്ഞിനൊരു കസേര ഒരുക്കണേ, എന്റെ കുഞ്ഞിനൊരു വഴി ഒരുക്കണേ. ദൈവാത്മാവ് മനസ്സ് വെച്ചൊരു വഴി തുറന്നാൽ, നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ ചില ദൂത് പറഞ്ഞ് പ്രധാന വാക്കിലേക്ക് വരിക. ദൈവം മനസ്സ് വെച്ച് തുറന്നാൽ, യോസഫിനോട് ചോദിച്ചേ, യോസഫ് നിനക്കുണ്ടാക്കിയ കസേര, അതായത് മിസ്രൈമിലെ പ്രധാനമന്ത്രി പദം അത് നിനക്കുണ്ടാക്കിയ കസേരയിൽ ഇതിനു മുമ്പ് ആരേലും ഇരുന്നിട്ടുണ്ടോ? അർത്താൽ ആരും ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ കിങ്ഡത്തിനകത്ത് അതിനു മുമ്പ് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇല്ല. ആദ്യമായിട്ടിരുന്ന ഒരു വ്യക്തി യോസഫാണ്. യോസഫിനോട് ചോദിച്ചേ, അതിനുശേഷം ആരും ഇരുന്നിട്ടുണ്ടോ? നിനക്ക് ശേഷം അതിനുശേഷവും ആരും ഇരുന്നിട്ടില്ല. ലോക ചരിത്രത്തിനകത്ത് യോസഫിന് മുമ്പും യോസഫിന് ശേഷവും ആ കസേരയിൽ ഒരാൾ ഇരിക്കാതെ വണ്ണം യോസഫിന് വേണ്ടി മാത്രം യുണീക്കായി ഉണ്ടാക്കിയെന്ന് പറയത്തക്കവണ്ണം അവന് വേണ്ടി മാത്രം ഒരു പ്രധാനമന്ത്രി പദം ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് ദൈവാത്മാവ് തലമുറയോർത്ത് കരയുന്ന, തലമുറകളുടെ ഭാവിയോർത്ത് കരയുന്ന, അവരുടെ കരിയർ ഓർത്ത് കരയുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പ്രവചിക്കുകയാണ്. എഴുതി വെച്ചോ, നമ്മുടെ തലമുറകളെ ആദരിക്കാൻ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ ഭാഗം വിട്, നമ്മുടെ വിഷയമല്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കണം ദൈവത്തെ. അപ്പോ ദാനിയേലിനെ നോക്കിയ 2 ലോകൈക സാമ്രാജ്യത്തിലെ 4 രാജാക്കന്മാരുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ദാനിയേൽ. ഈ ദാനിയേലിന്റെ ഒരു പ്രത്യേകത,
നമുക്കൊരു സ്വയശോധനയ്ക്ക് വേണ്ടി ഇന്നലത്തോട് ബന്ധപ്പെട്ട് ഈ 4 രാജാക്കന്മാരുടെ പ്രധാനമന്ത്രി വന്ന് അലങ്കരിച്ചെങ്കിലും അവൻ ദിവസവും 3 നേരം പ്രാർത്ഥിച്ച ഭക്തനാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. 3 നേരം പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല, ദൈവത്തിന്റെ ദൂതൻ വന്ന് ദാനിയേലിനെ വിളിക്കുന്ന ഒരു വാക്കുണ്ട്. ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേലേ എന്നാ വിളിച്ചത്. ശ്രദ്ധിക്കണേ. അങ്ങനാണെങ്കിൽ അവന്റെ ആ ഡിവൈൻ കണക്ഷൻ, ഇത്ര വലിയ ഹൈ റേഞ്ചിൽ നിൽക്കുന്ന, ഹൈ പോസ്റ്റിൽ നിൽക്കുന്ന ഈ ദൈവദാസന്റെ, നമുക്കറിയാമല്ലോ, ഇത്ര വലിയൊരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാള് ആരുമായിട്ട്, അത് ജാതീയ ദേശങ്ങളാണ് കേട്ടോ, ജാതീയ മണ്ഡലങ്ങളാണ് കേട്ടോ, ചുറ്റും നിൽക്കുന്നൊക്കെ ജാതികളാണ്. അവരുടെ മധ്യത്തിൽ ഇത്ര വലിയൊരു പോസ്റ്റ് നിൽക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം, നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാമ്രാജ്യാധിപന്മാരോട് സംസാരിക്കേണ്ടി വരും, പട്ടാള മേധാവികളോട് സംസാരിക്കേണ്ടി വരും. അങ്ങനെ വ്യത്യസ്ത തുറകളിലുള്ള ആൾക്കാരോട് BC 6 സംസാരിച്ച മനുഷ്യനാണ് ദാനിയേൽ. പക്ഷെ അതൊന്നും അവന്റെ വിശുദ്ധിക്കും അവന്റെ വിശ്വസ്തതയ്ക്കും ദൈവത്തോടുള്ള ബന്ധത്തിനും അവന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് കോട്ടം വന്നില്ലെങ്കിൽ ഇത് നമുക്കൊരു വലിയ ചൂണ്ടുവലകയാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിക്കുന്നത്, നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഏത് പോസ്റ്റിലാണെങ്കിലും നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ആരോടൊക്കെ നമ്മൾ കണക്ട് ചെയ്താലും അതൊന്നും നമ്മുടെ ആത്മീയത്തിന് തടസ്സമാകത്തില്ലെന്ന്, അതൊന്നും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമാകത്തില്ലെന്ന്, ദൈവത്തിന്റെ ഫേവറിന് തടസ്സമാകത്തില്ലെന്ന്. അത് മാത്രമല്ല, നാം പ്രാപിച്ചിരിക്കുന്ന സ്പിരിച്വൽ ലെവലുകൾക്ക് മിനിസ്ട്രിക്ക് തടസ്സമാകത്തില്ലെന്ന് നമുക്ക് വ്യക്തമായി ഇതിനകത്തൊന്ന് മനസ്സിലാകാം. അതുകൊണ്ട് ഞാനൊരു വാക്ക് പറയട്ടെ. ഒരു പ്രൊഫറ്റിക്കൽ വേർഡായി പ്രോമിസിന് വേർഡ് പറഞ്ഞ് നിർത്തുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. അതുകൊണ്ട് ഇന്നലകളിൽ പലപ്പോഴും നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ എക്സ്ക്യൂസ് പറയുന്നവരാ. എന്റെ ജോലി ഇതായതുകൊണ്ടാ, ഞാനിരിക്കുന്ന കസേര ഇതായതുകൊണ്ടാ, ഞാൻ ഇടപെടുന്ന ആൾക്കാർ ഇതായതുകൊണ്ടാ എനിക്ക് സ്പിരിച്വലി വളരാൻ കഴിയാത്തതെന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാനിയേൽ നമുക്കൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായൊക്കെ ഒന്ന് ഷോർട്ടം പറഞ്ഞാട്ടെ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോ ഈ 2 ലോകൈക സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ദാനിയേൽ, ആ ദാനിയേൽ ഒരു വാക്കൂടെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ആ ദാനിയേലിന്റെ യൗവനപ്രായത്തിലാണ് താൻ ഈ പോസ്റ്റിലേക്ക് വരുന്നത്. അത് തെളിയിക്കണം വചനത്തിന്, പക്ഷെ സമയം എടുക്കുന്നില്ല. ദാനിയേലിന്റെ യൗവനപ്രായത്തിലാണ് ഈ ഇതിൽ വന്നത്. എന്നാൽ 94 വയസ്സിൽ പരമുള്ള സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്ന് പറഞ്ഞാൽ 10-60 വർഷം ഒരു പോസ്റ്റിൽ ഇരുന്ന വ്യക്തിയാണ്. അങ്ങനെയൊക്കെ ദൈവത്തില് ഒരു ദൂതും കൊണ്ട് അതിനകത്തുനിന്ന് ചേർത്ത് പറയാം. അല്ലെങ്കിൽ ഒരു വാച്ചിനായിട്ട് ഒരു ദൂത് പോലെ പറയാം. നമ്മെ കുറിച്ച് ദൈവം ഒരു പദ്ധതി കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ നമ്മെ ഒരു തലത്തിൽ ഇരുത്തണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ചിലരെയൊക്കെ നോക്കി പ്രവചിക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നു. 2024 നമ്മെ ദൈവം ദോഹെ നിർത്തുന്നത് സർവശക്തന്റെ പദ്ധതിയെങ്കിൽ, നമ്മൾ ഇന്നിരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നതാ ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ, അതിനകത്ത് നടക്കാനോ ആ രാജ്യത്തുനിന്ന് പറഞ്ഞു വിടാനോ ഒരു ശക്തിയെ സമ്മതിക്കാതെ ആത്മാവിൽ നമ്മെ ഉറപ്പോടെ നിർത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം തന്നെയാണ്. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോ നമുക്ക് നമ്മുടെ വാക്യത്തിലേക്ക് കയറാം. അപ്പൊ ഈ ദാനിയേൽ എഴുതിയ ഈ ദാനിയേൽ പ്രവചനത്തിന്റെ പുസ്തകം അത് 12 അധ്യായങ്ങളാണ്. ആദ്യത്തെ 6 അധ്യായങ്ങൾ ശ്രദ്ധിക്കണേ. ആദ്യത്തെ 6 അധ്യായങ്ങൾ ബഹുഭൂരിപക്ഷവും എഴുതിയിരിക്കുന്നത് യഹൂദന്റെ പുരാതന ഭാഷയായ അരാമായിക്ക് വാക്കിലാണ്, അതായത് അരാമ്യ ഭാഷയിലാണ്. അത് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ബഹുഭൂരിപക്ഷം, 1-2 അല്ല. അത് നമുക്കറിയാം. മേന തേക്കലു ഹൊസി മാത്രമല്ല എഴുതിയത്, അത് അരാമായിക്ക് വാക്കാണ്. മേന തേക്കലു ഹൊസി എന്ന്, മിനായ് എന്ന് പറയുന്നതും ഷെക്കേൽ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അതിനോടൊക്കെ പല അറബിക് വേർഡുകളോട് ബന്ധപ്പെട്ടാണ് അരാമ്യ ഭാഷ ഇരിക്കുന്നത്, അരാമായിക്ക് വാക്കിരിക്കുന്നത്. അപ്പൊ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ അത് വായിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും, ശ്രദ്ധിക്കേണ്ട കാരണം തീച്ചൂള എന്ന് വിടുവിച്ച ദൈവത്തെ, സിംഹക്കുഴി എന്ന് വിടുവിച്ച ദൈവത്തെ കുറിച്ചൊക്കെയാ 1 മുതൽ 6 വരെയുള്ള അധ്യായം. അത് വായിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും, 7 മുതൽ 12 വരെയുള്ള അധ്യായം വായിച്ചാൽ അവിടെ 4 ദർശനം, ദാനിയേൽ കണ്ട 4 ദർശനമാണ് 7 മുതൽ 12 വരെ. നമ്മുടെ വാക്യത്തിലേക്ക് വരാനാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയി പറയുന്നത്. 7 മുതൽ 12 വരെ വായിച്ചാൽ 4 ദർശനം, 4 വിഷൻ ഉണ്ട്. അപ്പോക്കാലിപ് വിഷനുകൾ 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം വായിച്ചാൽ നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും.
ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 അധ്യായം വായിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. പിന്നത്തെ 6 അധ്യായം വായിച്ചാൽ നമ്മുടെ ജ്ഞാനം വർദ്ധിക്കും. ഇവിടെ നിന്നും ഒരു ദൂത് പറയാം. കർത്താവിനോട് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, ഈ 2024 എന്നെ അനുഗ്രഹിക്കണേ എന്നല്ല പറയേണ്ടത്. നമ്മളത് പറയണം കേട്ടോ. നമ്മൾ പറയണം, അല്ലെ കർത്താവ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് മാത്രമല്ല പറയേണ്ടത്, എന്നെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കണമേ എന്ന് നമ്മളൊന്ന് പറയണം. നമ്മൾ ഇന്ന് രാവിലെ അല്പസമയം സ്തോത്രം പറഞ്ഞ് 2024 പ്രവേശിച്ചപ്പോ പരിശുദ്ധാത്മാവിൽ ഒന്നും കൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ. കർത്താവ് എന്നെ എന്റെ കുഞ്ഞുങ്ങളെ 2024 അനുഗ്രഹിക്കണമെന്ന് പറയണം. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ പോരാ. കർത്താവ് 2024 ഞാൻ മുഖാന്തരം മറ്റൊരുവന്റെ വിശ്വാസം വർദ്ധിക്കാൻ, മുഖാന്തരം മറ്റൊരുവന്റെ ജ്ഞാനം വർദ്ധിക്കാൻ, ഞാൻ മുഖാന്തരം മറ്റൊരുത്തന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം അത് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറ. ഞാൻ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു എളിയ ദൈവദാസൻ എന്ന നിലയ്ക്ക്, ഈ തലമുറയിൽ ദൈവാത്മാ വിളിച്ച ഒരു അഭിഷക്തൻ നിലയ്ക്ക് ചിലരെ ഞാൻ നോക്കി പ്രവചിച്ചു പറയുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ 2024 അവസാനിക്കുന്നതിന് മുമ്പ്, അല്ല നമ്മുടെ കർത്താവിന്റെ വരവാണ് അതിനു മുമ്പ് സംഭവിക്കുന്നെങ്കിൽ, അതിനു മുമ്പ് ദൈവവാചന ഈ തലമുറയിൽ ഒന്നല്ല ഈ വർഷം അനേകർക്ക് നമ്മെ ഒരു ആശ്വാസം, അതിന്റെ ഒരു അഭിഷേകം ഇന്ന് രാവിലെ നമ്മുടെ റിജോയ്സ് ഫാമിലിക്കകത്ത് വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു അഭിഷേകം അല്ല കേട്ടോ, നമ്മെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കുന്ന അഭിഷേകം. ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു പ്രാർത്ഥന കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒന്ന് കൈ കൊടുക്കുന്നത് കൊണ്ട്, ഒരാശ്വാസം കൊണ്ട്, ഒരു ദാനം കൊണ്ട് ഈ 2024 പലരെ ദൈവസഭയെ, ദൈവ മക്കളെ മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആക്കാൻ എന്റെ ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ വിഷയത്തിലേക്ക് ഓടി വരിക കേട്ടോ. അല്ലെ, ഒരു വാക്കുകൂടെ പറയാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അബ്രഹാമിനെ ദൈവം വിളിച്ചു പറഞ്ഞപ്പോ പറഞ്ഞ വാക്കിതാണ്, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതി മൂലം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെങ്കിൽ അത് സഭയോടുള്ള ഒരു പ്രോമിസ് വേർഡായി ഇടയ്ക്ക് കയറി പറയുക ദൈവാത്മാവ്. ഈ 2024 ഇതൊന്നും ഞാൻ ചിന്തിച്ചതല്ല, എന്റെ വിഷയമല്ല പക്ഷെ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച മെസ്സേജിനോട് ബന്ധപ്പെട്ട് തന്നെ ചില പ്രോമിസ് വേർഡുകൾ പറയുകയാണ്. 2024 നമ്മെ അനുഗ്രഹിക്കുക മാത്രമല്ല, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതി മൂലം ഭൂമിയിലെ സകല ജാതികളെയും ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞെങ്കിൽ, അങ്ങനെങ്കിൽ എത്ര പേർക്ക് മാതാപിതാക്കളെ പറയാൻ പറ്റും, കർത്താവ് എന്നെ എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അത് മാത്രമല്ല, ഞങ്ങൾ മൂലം മറ്റുള്ളവരൊന്ന് അനുഗ്രഹിക്കപ്പെടാൻ എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാം. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് കേട്ടോ. നമുക്കറിയാമല്ലോ, ഈ പത്രോസ് ഒരു അത്ഭുതത്തിന് വേണ്ടിയാ യേശുവിന്റെ അടുക്ക വന്നത്, അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ആ പത്രോസ് 2 അത്ഭുതം കണ്ട യേശുവിന്റെ അടുക്ക വന്നത്. ഒന്ന്, അവന്റെ വീട്ടിലൊരു അത്ഭുതം. അമ്മായിയമ്മ കഠിന ജ്വരം ബാധിച്ച്, ലൂക്കോസ് എന്ന വൈദ്യനാ പറഞ്ഞത് കേവലം ഒരു പനിയല്ല കേട്ടോ, കഠിന ജ്വരമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യന്മാർക്കും, ഡോക്ടർ ലൂക്ക് പറയുകയാണ്, ഒരു വൈദ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത, ഒരു മെഡിസിന് സൗഖ്യമാക്കാൻ കഴിയാത്ത കഠിന ജ്വരത്താൽ ബാധിക്കപ്പെട്ടു. അവന്റെ വീട്ടിലെ പ്രശ്നത്തിന് സൗഖ്യം നടന്നു. അതിനുശേഷം തന്റെ ജോലിയിൽ ഒരു പ്രശ്നം, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. അവിടെ കർത്താവ് അത്ഭുതം ചെയ്തു. അർത്ഥാൽ പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ ഒന്ന് വീട്ടിലെ അത്ഭുതവും 2 ജോലിയിലെ അത്ഭുതവും കണ്ടിട്ടാ. എന്നാ എന്റെ ദൈവമല്ലേ, നമുക്കറിയാമല്ലോ, പത്രോസിന്റെ പിന്നത്തെ കാലഘട്ടം പഠിച്ചാൽ പത്രോസിന് ഒരു അത്ഭുതം ചെയ്യല്ല, പത്രോസിനെ അത്ഭുതമാക്കി മാറ്റിയ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, പത്രോസ് നടന്നു പോയപ്പോ അവന്റെ നിഴല് തട്ടി രോഗി സൗഖ്യമാകത്തക്കവണ്ണം എന്ന് പറഞ്ഞ പത്രോസിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്റെ നിഴലിനകത്തൂടെ വ്യാപരിച്ച് അതിന്റെ ഇമ്പാർട്ടേഷനുകൾ കൊണ്ട് ജീവിതങ്ങൾ ഹീലാകത്തക്കവണ്ണം. അവിടെ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുന്നത്, ഗലീലാക്കടലിൽ തുഴയെറിഞ്ഞും വലയെറിഞ്ഞും പരിചയമുള്ള കേവലം വിദ്യാവിഹീനനായ മനുഷ്യൻ അവൻ പോകുന്ന വഴിയിൽ ആ കാലത്ത് രോഗികളെ കൊണ്ടുവന്ന് റോഡിലും എന്തിനാണെന്നറിയാം, നിഴല് തട്ടിയ ഓൺ ദ സ്പോട്ട് സൗഖ്യമാണ്. ഇന്ന് നമ്മൾ അല്പസമയം രാത്രി സന്ദേശം ശ്രമിക്കുമ്പോൾ അസാധാരണമായ ഒരു ഗ്രേസ്, അതോടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഒരു ഗ്രേസ്, എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്റെ വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് ഇത് പറയുന്ന ഞാൻ ചിന്തിക്കുന്നത്, നമുക്ക് ലഭിച്ച കൃപ അത് വ്യക്തമായി തീരരുത് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ആ ദൂത് ഏറ്റെടുത്ത ചില ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് ലഭിച്ച കൃപ അത് വ്യക്തമാകരുതെന്ന് ഉള്ളെന്നൊന്ന് പറഞ്ഞ അവരെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. ആ ദൂത് ഏറ്റെടുത്തെങ്കിൽ അതിനു മുമ്പ് സമർപ്പിക്കപ്പെട്ട
രക്ഷിക്കപ്പെട്ടെങ്കിൽ ഒരു സബ്മിറ്റീവ് മൈൻഡോടെ നമ്മൾ ഇരുന്നെങ്കിൽ എഴുതി വെച്ചോ, ഈ 2024 നമ്മെ ചില കർത്താവിന്റെ വരവ് താമസിച്ചാൽ ചിലരൊക്കെ സാക്ഷ്യം പറയത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. ഞാൻ മടങ്ങി വരിക നമ്മുടെ വിഷയത്തിലേക്ക്. അപ്പൊ പറയാൻ വന്ന ഇതാണ്. അപ്പൊ ഈ ദാനിയേലിന്റെ പ്രവചനത്തിന്റെ 6-ാം അധ്യായം വരെ അവിടെ വിശ്വാസത്തിന്റെ വർധനവിന്റെ ദൂതും 7 മുതൽ 12 വരെയുള്ള അധ്യായം അത് ജ്ഞാനവർദ്ധനവിന്റെ ദൂതുമാണ്. നമ്മൾ വായിച്ച വാക്യം ഈ 11-ാം അധ്യായം 32-ാം വാക്യം. ആ വാക്യത്തിലേക്ക് ഒന്ന് ഓടിക്കേറാനാ ഞാൻ ഇത്രയും പറഞ്ഞു കൊണ്ടുവന്നത്. ശ്രദ്ധിക്കണേ. അപ്പൊ ഈ 11-ന്റെ 32 വാക്യമെല്ലാം കഴിഞ്ഞ അതിന്റെ ഹിസ്റ്റോറിക്കൽ ആ ഇൻസിഡന്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അവിടുത്തെ അതിന്റെ മേളത്തെ വാക്യമൊക്കെ നമ്മുടെ വിഷയമല്ല. സ്വതം അവിടെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഈ പറഞ്ഞ മേളത്തെ വാക്യം നിങ്ങൾ പിന്നെ വായിച്ചോണം. ആ 32-ന്റെ ആദ്യം പറയുന്നത് ഇത് BC 6-ാം നൂറ്റാണ്ടിലാണ് ദാനിയേൽ പ്രവചിക്കുന്നത്. ഇത് പ്രവചിച്ചത് നടന്നത് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡിലാണ്. അതായത് മലാക്കി മുതൽ മത്തായി വരെയുള്ള 400 വർഷക്കാലത്തിനിടയ്ക്കാണ് ഈ പ്രവചിച്ച കാര്യം സംഭവിച്ചത്. ആ സിറ്റി സംഭവിച്ചു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ കിടക്കുന്നത് ഹല്ലേലൂയ മക്കാബി എന്ന കാലത്ത് നടന്ന ഒരു സംഭവം ദാനിയേൽ പ്രവചിച്ച. പക്ഷെ അതല്ല നമ്മുടെ ദൂത്. ഏത് കാലഘട്ടത്തിലുമുള്ള ഒരു വ്യക്തിയോടുള്ള ദൂത് ദാനിയേൽ പറയുകയാണ് അടുത്തത്. അവിടെ കിടന്നെങ്കിലും യഹോവേ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഒന്ന് കരമുയർത്തുന്ന സ്തോത്രം പറയാൻ പറ്റുമോ? യഹോവേ അറിയുന്ന ജനം അവരുറച്ചു നിൽക്കും, അവര് വീര്യം പ്രവർത്തിക്കാനിടയാകും. ശ്രദ്ധിക്കണേ, ഒത്തിരി വർഷങ്ങളായിട്ട് എന്നെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമാ ഈ വാച്ച് നൈറ്റ് സർവീസ് പങ്കുവെക്കാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചത്. ഒത്തിരി കാലങ്ങളായിട്ട് എന്നെ ബലപ്പെടുന്ന യഹോവയെ അറിയുന്ന ജനം അവരുറച്ചു നിൽക്കും. ഒന്ന് വാ തുറന്ന് പറയാമോ? എന്റെ ദൈവത്തെ അറിയുന്ന ഞാൻ ഉറച്ചു നിൽക്കുമെന്ന. ഒന്നും കൂടെ ഞാൻ ഈ സന്ദേശത്തിലേക്ക് കേറിയപ്പോ പറഞ്ഞ വാക്ക് ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. 2024 അനിശ്ചിതത്വങ്ങളാകട്ടോ. എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല, ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ കിടക്കുന്ന വാ തുറന്ന് പറഞ്ഞാട്ടെ, യഹോവയെ അറിയുന്ന ജനം അവരുറച്ചു നിൽക്കും, അവര് വീര്യം പ്രവർത്തിക്കാനിടയാകും എന്ന് പറഞ്ഞാൽ സ്വത്രം ഏത് അനിശ്ചിതത്വങ്ങൾ വന്നാലും, ഏത് ചെങ്കടൽ വന്നാലും, ഏത് യോർദാൻ വന്നാലും, ഏത് കുണ്ടറ വന്നാലും, ഏത് തീച്ചൂള വന്നാലും അതിനകത്ത് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കും. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കിയാട്ടെ. യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. യഹോവയെ കുറിച്ച് അറിയുന്ന ജനമെന്നല്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ. യഹോവയെ കുറിച്ചറിയുന്ന ജനം വീര്യം പ്രവർത്തിക്കുമെന്നല്ല. നമ്മുടെ ദൂതിലേക്ക് വരിക. യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്കൊന്നുകൂടെ പറയാം. ഞാൻ യാഹെന്ന വാക്കിനെ ദൈവം എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ. ദൈവത്തെ കുറിച്ച് അറിയുന്ന ജനം വീര്യം പ്രവർത്തിക്കുമെന്നല്ല, ദൈവത്തെ അറിയുന്ന ജനം വീര്യം പ്രവർത്തിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ അല്പം ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ നമുക്കൊന്ന് ശാന്തമായി ചിന്തിച്ച് പ്രധാനത്തിലേക്ക് വരാം. എനിക്ക് സണ്ണി അങ്കിളിനെ അറിയാവൂന്ന് ചോദിച്ചാൽ നല്ലവണ്ണം പറഞ്ഞാൽ എനിക്ക് സണ്ണി അങ്കിളിനെ അറിയില്ല. എനിക്ക് സണ്ണി അങ്കിളിനെ കുറിച്ച് അറിയാം. ഞാൻ പറയാൻ ആശയം, ഇപ്പൊ നിങ്ങൾക്ക് ഷിജു പാസ്റ്ററെ അറിയാവൂന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല. എന്നെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഓ അത് ശരി, ഇത്രയും കാലം പാസ്റ്റർ അറിയാഞ്ഞിട്ടാണോ പാസ്റ്റർ പ്രസംഗിക്കാൻ വിളിച്ചതെന്നല്ല പറയുന്നത്. ആശയം ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ചുള്ള അറിവല്ല ആ വ്യക്തിയെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയാം പെട്ടെന്ന് മനസ്സിലാകും. യേശുവിനെ നമുക്ക് അറിയാവോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറയും യേശുവിനെ അറിയാവും. നമുക്ക് ആർക്കും യേശുവിനെ അറിയില്ല. നമുക്കറിയാവുന്നതൊക്കെ യേശുവിനെ കുറിച്ചാണ് അറിയാവുന്നത്. ഞാൻ ഹല്ലേലൂയ അല്പം മുമ്പ് ഒരു വാക്ക് അതിനോട് ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാം. യേശു മറിയയിൽ ഭൂജാതനായെന്ന്, യേശുവിനെ വഴി പ്രസവിച്ചെന്ന്, യേശുവിനെ വഴിയമ്പലത്തിൽ കിടത്തി, ഹല്ലേലൂയ അവിടെ കിടത്താൻ സ്ഥലമില്ലാത്ത പുൽത്തൊട്ടിൽ കിടത്തിയെന്ന്, യേശുവിന്റെ ഹല്ലേലൂയ ആശ്രയത്തിൽ വളർന്നെന്ന്, യേശു കഫർന്നഹൂം ഹെഡ് ഓഫീസ് ആക്കിയെന്ന്, യേശു 3.5 വർഷം ശുശ്രൂഷിച്ചെന്ന്, യേശു കാൽവറി മരിച്ചെന്ന്, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. ഇതൊക്കെ നമ്മൾ അറിയുന്നത് യേശുവിനെ അറിയല്ല, യേശുവിനെ കുറിച്ചുള്ള അറിവാണ്. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഹിസ്റ്ററിക്കകത്തുനിന്ന് മറ്റുള്ളവർ പഠിപ്പിച്ച കാര്യമാണ്. ദൈവത്തെ അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും ദൈവത്തെ അറിയാമെന്ന്. പക്ഷെ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ബൈബിളിനകത്ത് പറയുന്ന ഹിസ്റ്ററി പറയുന്ന ദൈവത്തെ അറിയല്ല, അത് ദൈവത്തെ കുറിച്ചുള്ള അറിവാണ്.
ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്കറിയില്ല. ദൈവത്തെ കുറിച്ചുള്ള അറിവ് ദൈവത്തെ അറിയല്ല. ഞാനിപ്പോ ഒരു ഉദാഹരണം കൂടെ പറയാം. ഹല്ലേലൂയ സ്തോത്രം. റിജോയ്സ് മിനിസ്ട്രിയുടെ വാസ് സണ്ണിയങ്കളാണെന്നും ഹല്ലേലൂയ സ്തോത്രം ആന്റി കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളാണെന്നും ഇതൊക്കെ സണ്ണിയങ്കളിനെ അറിയല്ല, സണ്ണി അങ്കിളിനെ കുറിച്ചുള്ള അറിവാണ് നമുക്ക്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ സണ്ണി അങ്കിളിനെ കുറിച്ചുള്ള അറിവും സണ്ണി അങ്കിളിനെ അറിയുന്നതിന്റെ ഉണ്ട്. അതായത് ദൈവത്തെ കുറിച്ചുള്ള അറിവും ദൈവത്തെ അറിയുന്നതും രണ്ടാണ്. ഞാന് ഇവിടെ നിന്നൊരു സമർപ്പണത്തിന് വേണ്ടി ഒരു വാക്ക് പറയാം. നമുക്ക് ഇത്രയും കാലം അനുഗ്രഹിക്കപ്പെട്ട, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ശക്തന്മാരായ ക്രൈസ്തവ കൈകളില് ഈടുറ്റ കിടയറ്റ അഭിഷക്തന്മാർ സ്ഥിരം ശുശ്രൂഷിക്കുന്ന ദൈവസഭയാ നമ്മുടെ റിലീസ് മിനിസ്ട്രി. അതുപോലെ ശക്തന്മാരായ ദൈവദാസന്മാരെ ആ സഭയ്ക്ക് താൻ നൽകിയിട്ടുണ്ട്. ഇവരൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞു ഫലിപ്പിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെ അറിയാൻ മറ്റൊരാൾ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം, ഒന്നുകൂടെ വിശദീകരിക്കാം. ദൈവത്തെ കുറിച്ചുള്ള അറിവാണ് ഈ പറയുന്നത്. ഞാന് പല വർഷങ്ങളായി ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസന ബൈബിൾ കോളേജില്. ഞാന് ദൈവവചനം പഠിപ്പിക്കാൻ ഫസ്റ്റ് ബാച്ച് വരുമ്പോ, ആദ്യത്തെ ബാച്ച് വരുമ്പോ അവരോട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം പറയാം. ഇതിനോട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്, ഞാൻ ഏത് ബൈബിൾ കോളേജ് ക്ലാസ് എടുക്കാൻ പോയാലും, ഏത് ഫസ്റ്റ് ബാച്ചിൽ എടുക്കാൻ തുടങ്ങിയാലും ആദ്യം ഞാൻ പറയുന്നത്, ഒരു ദൈവദാസനും നിങ്ങളെ ബൈബിള് പഠിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ. അതുകൊണ്ട് നാളെ ആരും സഹായത്തിന് വരാതിരിക്കല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസന് നമ്മളെ ബൈബിള് പഠിപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു ബൈബിൾ കോളേജ് ചെയ്യുന്നത് ബൈബിൾ എങ്ങനെ പഠിക്കാമെന്ന് പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ബൈബിൾ കോളേജിൽ ബൈബിൾ കോളേജ് പഠിക്കാൻ ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പഠിച്ചോണം. ദൂതാകട്ടോ, ശ്രദ്ധിക്കണേ. 2000 നഷ്ടപ്പെടുന്നത് കർത്താവ് എത്രയും പെട്ടെന്ന് വരും. ശ്രദ്ധിക്കണേ. ഞാൻ പറയാൻ വന്നത്, ഈ ബൈബിൾ കോളേജ് നമ്മെ പഠിപ്പിക്കുന്നത് ബൈബിൾ എങ്ങനെ പഠിക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കാൻ ഒരു ദൈവദാസനും കഴിയില്ല. ബൈബിൾ പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടീച്ചറുണ്ട്. ആ ടീച്ചറുടെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവനല്ലാതെ ദൈവവചനം നമ്മെ പഠിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ മറ്റ് ദൈവദാസന്മാർ ചെയ്തത് വചനം എങ്ങനെ പഠിക്കാമെന്ന് പഠിപ്പിക്കുക. എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ദൈവത്തെ കുറിച്ച് അറിയുന്നവൻ വീര്യം പ്രവർത്തിക്കുമെന്നല്ല, ദൈവത്തെ അറിയുന്നവൻ വീര്യം പ്രവർത്തിക്കുമെന്നാണ്. ഞാനൊരു വാക്കൂടെ ചേർത്ത് പറയാം. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് ഉണ്ട്. കാച്ചിക്കുറുക്കി പറഞ്ഞു. കാരണം എനിക്കറിയാം, പകലത്തെ ജോലി തിരക്ക് കഴിഞ്ഞിട്ട് മീറ്റിങ്ങിന് വന്നതുകൊണ്ട് ഉറക്കക്ഷീണമുണ്ട്. കർത്തൃദാസന്മാര് പറഞ്ഞ ആ സമയത്തിനകത്ത് തന്നെ നിർത്തി ചില ചിന്തകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തെ അറിയാൻ, ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ വ്യക്തിത്വത്തെ നമ്മൾ അറിയുകയാണ്. ശ്രദ്ധിക്കണം, ഒന്നുകൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കാം. ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ വ്യക്തിത്വത്തെ ആദ്യം അറിയുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വ്യക്തിത്വത്തെ നമ്മൾ അറിയുക എന്നാണ്. ഞാൻ ആശയം പറയാം. ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. 91 സങ്കീർത്തനം 14 വാക്യം. അതിങ്ങനെയാണ് കിടക്കുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ശ്രദ്ധിക്കണേ, അവിടെ ഒരു ദൂത് ദൈവസഭയ്ക്ക് കൈമാറാനുണ്ട്. എത്ര ഗ്യാരണ്ടി ആയിട്ടൊരു പ്രോമിസ് പറഞ്ഞത്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. നമ്മുടെ വിഷയമല്ല, പക്ഷെ കയറി വന്നപ്പോ അതിനകത്തൊരു വിസ്ഫോടനം ദൈവാത്മാവ് വെളിപ്പാടായി കാണിക്കുന്നതുകൊണ്ടാണ്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവം പറയുകയാണ്. അല്ലെങ്കിൽ 90 സങ്കീർത്തനത്തിൽ അവൻ എന്നോട് പറ്റിയിരിക്കുക. എങ്ങനെ പറ്റിയിരിക്കുന്നത്? സർവശക്തനായ ദൈവം, അദൃശ്യനായ ദൈവം, നിത്യനായ ദൈവത്തോട് നമുക്ക് എങ്ങനെ പറ്റിയിരിക്കാൻ പറ്റുന്നത്? ഈ പറ്റിയിരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കുന്നത്, അവൻ അവന്റെ ഹൃദയത്തെ എനിക്ക് തന്നിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ 2024 പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാൽ നമ്മുടെ ഹൃദയം മുഴുവനായി നമ്മുടെ കർത്താവിന് കൊടുത്താൽ അവൻ നമ്മെ വിടുവിക്കും. അവിടെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ, അവൻ അവന്റെ ഹൃദയം എനിക്ക് തന്നിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അടുത്തത്, അവൻ എന്റെ നാമത്തെ അറിയാൽ. നമ്മുടെ വിഷയം മറക്കല്ല്. യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. 90 സങ്കീർത്തനം 14 വാക്യം നോക്കട്ടെ. അവൻ എന്റെ നാമത്തെ അറിയാൽ
ഞാൻ അവനെ ഉയർത്താനിടയാകും. നമുക്ക് എല്ലാവർക്കും അറിയാം. രാത്രി ഉറക്കം വരുന്നത് കൊണ്ട് ഞെട്ടുന്ന ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ അങ്ങ് നിർത്താം. ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് അറിഞ്ഞാൽ ദൈവം നമ്മെ ഉയർത്തുമെന്ന. അങ്ങനെയെങ്കിൽ നാമത്തെ അറിയുക എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ നാമം അറിയുന്നത്? ദൈവത്തെ അറിയാൻ ചോദിച്ചാൽ നമുക്കൊക്കെ പേരിട്ടിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്, വയസ്സ് അല്പമൊക്കെ ആയി അല്പമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ പേരിന്റെ അർത്ഥമാണ് ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ എന്നെ എന്തൊക്കെ വിളിക്കുന്നറിയോ? ഷിബുന്ന് വിളിക്കുന്നവരുണ്ട്, ഷിജുന്ന് വിളിക്കുന്നവരുണ്ട്, ഷൈജുന്ന് വിളിക്കുന്നവരുണ്ട്, പലതും വിളിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, സ്വതന്ത്രം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആരാരും എന്നെ അല്ലേ വിളിക്കുന്നത്, വിളിക്കട്ടെ പല പേരുകൾ. ഞാൻ പറഞ്ഞതിന്റെ കാരണം പക്ഷെ എന്റെ പ്രശ്നം അതല്ല, എന്നെ എന്ത് വിളിക്കുന്നതെന്നല്ല എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം എന്റെ പേരിന്റെ അർത്ഥമാണ്. എനിക്ക് ഇത്രയും കാലം കൊണ്ടൊരു കാര്യം മനസ്സിലായി, എന്റെ പേരിന് ഒരു അർത്ഥവും ഇല്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥമുണ്ട്, എന്റെ പേരിന് ഒരു അർത്ഥമില്ല. എന്റെ പേര് ആ പേരന്റ് ഇട്ടാകാം, അല്ലെ മറ്റൊരാളിട്ടാകാം, അല്ലെ അവരൊരു വേറെ കിട്ടും. അന്നത്തെ കാലഘട്ടത്തില് ഇവിടുന്ന് ഇപ്പൊ രാത്രിയിൽ എല്ലാവരും ചിന്തിക്കുക അവരവരുടെ പേരിന്റെ അർത്ഥം എന്നാണ്. അങ്ങനെയും ഉറക്കം പോകട്ടെ ഈ വാച്ച് നൈറ്റിന്. ശ്രദ്ധിക്കണേ, നമുക്ക് പേരിട്ടിട്ട് നമ്മുടെ പേരിന്റെ അർത്ഥം എന്താന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന് അങ്ങനെ അല്ല പേരിട്ടത് കേട്ടോ. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ മറന്നുപോലെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോഴ് ബ്രദർ അങ്ങനെ വന്നത് കൊണ്ട് നിങ്ങളുടെ മുഖം കണ്ട് പ്രസംഗിക്കാൻ പറ്റുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ. അപ്പോ ശ്രദ്ധിക്കണേ, നമുക്ക് പേരിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നമ്മൾ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ, അവരവരുടെ പേരിന്റെ അർത്ഥം ഒന്ന് കണ്ടുപിടിക്കുക. പേരിന്റെ അർത്ഥമില്ലാത്തവരൊക്കെ നാളെ എഴുതി വെക്കണം. എന്റെ പേരിന് ഒരർത്ഥവും ഇല്ല, എനിക്ക് അർത്ഥമുണ്ട്, എന്റെ പേരിന് അർത്ഥമില്ല. പോട്ടെ, ഞാൻ പറയാൻ വന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് പറയുമ്പോ അവിടെ 91 സംഘത്തിന് കിടക്കുന്നത് അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ നാമത്തെ അറിയുക എന്ന് പറയുന്നത് കേവല പേരറിയാന്നല്ല, ദൈവത്തിന്റെ വ്യക്തിത്വങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത് ദൈവത്തിന്റെ നാമത്തിനകത്താണ്. ഞാനത് പറഞ്ഞത്. നമുക്കൊക്കെ ആരൊക്കെയോ പേരിട്ടു. കഴിഞ്ഞ ദിവസം ഞാന് മനോജ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെന്നോട് പറഞ്ഞല്ലേ, അല്ലെ മനോജ് എന്ന പേരുള്ള ഒരാളിനോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ പേരിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു എനിക്കറിയത്തില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു മനോജ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിൽ ജനിച്ചവൻ എന്നാണ്. ശ്രദ്ധിക്കണം, മനോജ് ആരെങ്കിലും ഉണ്ട്, ആ വാക്കിന്റെ അർത്ഥം അതാണ്, മനസ്സിൽ ജനിച്ചവനെന്ന. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാ. എന്ന് പറഞ്ഞാൽ മനനം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, അല്ല ചിന്തിക്കുന്നവനാണ് മനുഷ്യൻ. അങ്ങനെയാണ് മനുഷ്യന്റെ വാക്കുണ്ട്. അപ്പൊ ഇതൊക്കെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. പറയാൻ വന്നത് നമുക്ക് പല പേരുകൾക്ക് അർത്ഥമില്ലെങ്കിലും നമ്മുടെ ദൈവത്തിന്റെ പേരുകൾക്ക് അർത്ഥമുണ്ട്. അവൻ തന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്താനിടയായിത്തീരും. എത്ര പേർക്കൊന്ന് ആഗ്രഹമുണ്ട് എന്റെ ദൈവത്തെ ഒന്നറിയാൻ, ഈ 2024 എന്റെ ദൈവത്തെ ഒന്നറിയാൻ, ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് അറിയാൻ എന്ന് പറഞ്ഞ ദൈവവൈതലെ ഒന്നും കൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. നമ്മുടെ പേരുകൾക്ക് പലതിനും അർത്ഥമില്ലാതിരിക്കുമ്പോ ദൈവത്തിന്റെ പേരുകൾ ഞാൻ പെട്ടെന്ന് പറയാം. അല്ല, ദൈവത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ഏലോഹീം എന്ന വാക്കാണ്. ഏലോഹീം എന്ന വാക്കിന്റെ ഏൽ എന്ന വാക്കെടുത്ത് ഓഹീം അങ്ങ് കളഞ്ഞ് എടുത്തിട്ട് 4 കോമ്പൗണ്ട് നെയിമുകൾ ഉണ്ടായി. 1 എൽ ഷദായി, 2 എൽ എലിയോൻ, 3 എൽ ഓലാം, 4 എൽ റോയി. ശ്രദ്ധിക്കണേ, 1 എൽ ഷദായി, 2 എൽ എലിയോൻ, 3 എൽ ഓലാം, 4 എൽ റോയി. എന്ന് പറഞ്ഞാൽ എൽ ഷദായി അവൻ സർവശക്തനായ ദൈവം, എൽ എലിയോൻ അവൻ അത്യുന്നതനായ ദൈവം, എൽ ഓലാം അവൻ നിത്യനായ ദൈവം, എൽ റോയി അവൻ കാണുന്ന ദൈവം. ശ്രദ്ധിക്കണേ. അപ്പൊ നോക്കിക്കാട്ടെ, ഇത് ഈ ബൈബിളിൽ പരിചയപ്പെടുത്തിയാൽ ദൈവത്തിന്റെ പേര് ചുമ്മാതെ വീണതല്ല. ഓരോ ഇൻസിഡന്റുകൾ, ഹിസ്റ്റോറിക്കൽ ഇൻസിഡന്റുകൾ സംഭവിച്ചപ്പോ അതിനോട് ബന്ധപ്പെട്ടതായ പേരുകളാണ്. എല്ലാം വിവരിക്കാൻ സമയമില്ല, ഒരു വാക്ക് മാത്രം പറയാം. എൽറോയി മാത്രം ഞാൻ പറയാം. ശ്രദ്ധിക്കണേ, നമുക്കറിയാം ഹാഗാർ ദൈവത്തിന് കൊടുത്ത പേരാണ്. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ആ മരുഭൂമിയിൽ ദൈവത്തിന് എൽറോയി എന്ന് പേരിട്ടു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മളൊക്കെ പേരിടുന്നത് പോലെയല്ല, മനുഷ്യന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം തന്റെ നാമം വെളിപ്പെടുത്തുമ്പോ, ഓരോ ഇൻസിഡന്റ് അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോ അവിടെയാണ് ദൈവത്തിന് നാമങ്ങൾ വീഴുന്നത്. ഇനി ദൈവത്തിന്റെ രണ്ടാമത്തെ പേര് കൂടെ പറയാം. യഹോവ അല്ലെ യാഹുവ എന്നാണ്. യാഹുവ എന്ന വാക്കിന്റെ അർത്ഥം പലവട്ടം റിജോയ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അർത്ഥം പറയുന്നില്ല. യാഹുവ എന്ന വാക്കിന് 4 അർത്ഥമുണ്ട്, അതങ്ങ് പറഞ്ഞു വിടുന്നു. എന്നാൽ യാഹുവ എന്ന വാക്കിന് 13 കോമ്പൗണ്ട് നെയിമുകളുണ്ട്.
ശ്രദ്ധിക്കണേ, 13 കോമ്പൗണ്ട് നെയിമുകൾ. നമുക്കറിയാം, യഹോവ ഷമ്മ, യഹോവ സിദ്കിനു, യഹോവ ഷാലോ, യഹോവ നിസി, യഹോവ റാഫ, യഹോവ ജാഹിറ. ഇങ്ങനെ 13 നെയിമുകൾ നമ്മുടെ ദൈവത്തിനുണ്ട്. യാഹിനോട് ബന്ധപ്പെട്ട്, ഏലോഹീമിനോട് ബന്ധപ്പെട്ട് 4 പേരുകളും, യാഹ് എന്ന വാക്കിനോട് ബന്ധപ്പെട്ട് 13 പേരുകളുമുണ്ട്. ഈ പേരുകളൊക്കെ ഒന്ന് നിർത്തിപ്പറയേണ്ടത്. നമുക്കറിയാം, യഹോവ ജാഹിറ മാത്രം ഞാൻ പറയാം. യഹോവ ഇരേ, നമുക്കറിയാമല്ലോ, ആ ആ വിജനദേശത്ത് ഒന്നുമില്ലാത്ത സമയത്ത് തന്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ യാഗം കഴിക്കരുതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാട്ടുകൊറ്റനെ ദൈവം പുറകെ കുടുക്കിയിട്ടിരിക്കുക. അതിനെ കണ്ടപ്പോൾ അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ജായിറ എന്ന് പേരിട്ടു. ഏത് മരുഭൂമിക്കകത്ത്, ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ രാവിലെ പ്രവചിക്കുകയാണ്, നിന്റെ ഏത് വൈതരണിക്കകത്ത്, ഏത് വിജനമായ സ്ഥലത്ത് നിനക്ക് വേണ്ടി കരുതാൻ എന്റെ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. മടങ്ങി വരട്ടെ. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ, ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വ്യക്തിത്വത്തെ അറിയുക എന്നുള്ളതാണ്. ഇത് ഈ രാത്രി വാക്യങ്ങളൊക്കെ ഒത്തിരി വായിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിലേക്ക് പോകാതെ 1-2 പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് പോകണം. പ്രധാന ദൂത് 3-ാമത്തത്, അതിലേക്ക് ഞാൻ ഓടി വരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈശ്വര എടുക്കേണ്ട വാക്ക് പുറപ്പാട് പുസ്തകം 33 അതിന്റെ 33-ാം അധ്യായം 12 മുതൽ 14 വരെ നിങ്ങൾ എടുത്ത് വായിച്ചാൽ, എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സസ് 12 to 14 അവിടെ വായിച്ചാൽ നമുക്കറിയാം, മോശ ദൈവത്തോടൊന്ന് പറയുകയാണ്, എനിക്ക് നിന്നെ ഒന്ന് അറിയണം, എനിക്ക് നിന്റെ വഴിയൊന്ന് അറിയണം. ഞാൻ നിനക്ക് എന്റെ മേൽ കൃപയുണ്ടെന്നൊക്കെ പറയാം. അങ്ങനെ കുറെ കാര്യം പറഞ്ഞപ്പോ 33:14 ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ശ്രദ്ധിക്കേണ്ടത് ഇതില് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ എല്ലാം അറിവാണ് എന്ന് പറഞ്ഞ യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ, യഹോവയെ അറിയുക എന്ന് പറയുന്നത് സ്വന്തം യഹോവയുടെ വ്യക്തിത്വത്തെ, ദൈവത്തിന്റെ വ്യക്തിത്വത്തെ, നാമത്തിന്റെ റെവലേഷനെ അറിയുക എന്നുള്ളതാണ്. അങ്ങനെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു വാക്ക് ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ. ഈ 2024 നമ്മൾ കാല് വെച്ചല്ലോ, നമ്മുടെ സമയം ഏകദേശം ഓടിപ്പോകുന്നു. പെട്ടെന്ന് പറഞ്ഞ് നിർത്തി ഞാൻ. ശ്രദ്ധിക്കണം, 2024 കാല് വെച്ചല്ലോ. ഈ 2024 നമ്മുടെ പ്രൊജക്ട് എന്താ? നമ്മുടെ ജോലിയുടെ പ്രൊജക്റ്റ് അല്ല, ആത്മീയതയുടെ പ്രൊജക്ട്. ഞാൻ ഒന്നും കൂടെ നിർത്തി പറയാം. എന്റെ ദൂത് ഇടയ്ക്ക് വെച്ചത് ദൈവാത്മാവ് കട്ടാക്കിയത് കൊണ്ട്. ഈ ചില ആൾക്കാരൊക്കെ തീരുമാനം എടുക്കാറുണ്ട്, 2024 ഈ വർഷം ഞാൻ ബൈബിള് മൊത്തം വായിക്കും. ശ്രദ്ധിക്കുക, അതിന് ഇഷ്ടം പോലെ ബുക്ക്ലെറ്റ് ഒക്കെ കിട്ടാറുണ്ട്. ഞാൻ ഈ വർഷം, ഞാൻ ഇന്ന് സാക്ഷ്യം പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ വാച്ചിനായിട്ട് കഴിഞ്ഞ് ഓടി വന്ന് കയറുമായിരുന്നു ഞാൻ മീറ്റിങ്ങിന്. പക്ഷെ അപ്പോ ടെസ്റ്റ് മണി അല്ല, കർത്താവിന്റെ ഒരു സന്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മീറ്റിംഗ് കയറിയത്. അത് തൊട്ട് ടെസ്റ്റ് മണി പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ദൈവമക്കളെ, കർത്താവ് നമ്മെ നടത്തിയ വഴികളൊക്കെ വലുതാ. ദൈവമക്കളെ പുലർത്തിയ വഴികൾ വലുതാ. നമ്മെ ഓരോരുത്തരും നടത്തിയ വഴികൾ വലുതാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനല്ല, പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ദൈവത്തിലെ ഈ 2024 നമ്മുടെ കരിയറിനോടും നമ്മുടെ സെക്യുലർ ജോബിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില പ്രൊജക്റ്റുകളില്ലേ? ഉണ്ട്, നമുക്കുണ്ട്. ഈ കാര്യം ചെയ്യണം, ഈ മേഖലയിലേക്ക് കയറി വരണം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ രാവിലെ ചോദിക്കുന്നു, 2024 നമുക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ പ്രൊജക്ട് എന്താണ്? നമ്മുടെ പ്ലാൻ? ആത്മീയ വിഷയത്തിന്മേൽ എന്താണ്? ഞാനിത് എന്റെ മെസ്സേജിന്റെ ഇടയ്ക്ക് കട്ടാക്കി ദൈവാത്മാവ്. എന്ന് എനിക്കറിയാം, നല്ല ആത്മീയ നിലവാരത്തിൽ നിൽക്കുന്ന ദൈവസഭയാ നമ്മുടെ റിജോയ്സ് മിനിസ്ട്രി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ ചോദിച്ചത്. അങ്ങനെങ്കിൽ ഇന്ന് ആ ഹാളിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ്, ഈ പ്ലാറ്റ്ഫോമിൽ കയറി ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ദൈവസഭയിൽ ഒരു തീരുമാനമെടുക്കണം. ദൈവാത്മാവ് ചിലരെ ചലഞ്ച് ചെയ്യുക കേട്ടോ. ഒരു തീരുമാനമെടുക്കണം, പ്രാർത്ഥിച്ചൊരു തീരുമാനം. ഒന്നുകിൽ ഞാൻ ഈ വർഷം മൊത്തം ബൈബിൾ വായിക്കും, അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂർ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാൻ ദേശത്തിന് വേണ്ടി കരയും. ദൈവാത്മാവ് ചലഞ്ച് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? കർത്താവ്, ഈ വർഷം എനിക്ക് ഒരു പുതിയ തീരുമാനം എടുത്തേച്ച് പോകല്ലേ. എന്നിട്ട് ഞാൻ തീരുമാനം എടുത്തിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് 31 ഡിസംബർ വരരുത്. അതിനല്ല പറഞ്ഞ, ചെയ്യാനായി വലിയ കാര്യമൊന്നും ചെയ്തില്ലേലും ചെയ്യാൻ പറ്റുന്ന തീരുമാനമെടുത്ത് ആത്മാവിൽ അത് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ചെന്നെ പ്രബോധിപ്പിക്കുന്നു. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കറിയാം, ഒരു ആന്റി ഉണ്ട് ട്രിവാൻഡ്രത്ത്. എന്റെ വിശ്വാസിയായിരുന്നു. ആളിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആളാണ്. കാരണം ഈ കേരളക്കരെ പ്രശസ്തമായ ഒരു ആന്റിയാണ്. ഇത് കുടുംബത്തിലെ ആന്റിയാണ്, എല്ലാവർക്കും അറിയാം. ഈ ആന്റി എടുത്തൊരു തീരുമാനമുണ്ട്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ തീരുമാനം എടുത്തപ്പോ 75 വയസ്സോളം ഉണ്ട് ആന്റിക്ക് ഇപ്പൊ 80 കഴിഞ്ഞു. 75 വയസ്സ് പ്രായമുണ്ട്. കേരളക്കരയിലെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ആന്റി, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്.
ആന്റി 75-ാമത്തെ വയസ്സിൽ എടുത്തൊരു തീരുമാനം തന്നെ അറിയാമോ? 119 സങ്കീർത്തനം മൊത്തം കാണാതെ പഠിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം എടുത്തിട്ട് 123 സങ്കീർത്തനം പഠിക്കാൻ പറ്റ പാട് നമുക്കേ അറിയത്തുള്ളൂ. ശ്രദ്ധിക്കണേ, അല്ല 110 ആന്റി എടുത്ത് 75 വയസ്സുള്ള ആന്റി 119 സങ്കീർത്തനം കാണാതെ പഠിക്കുമെന്ന്. ദൈവമക്കളെ, ഞാൻ പോലും അത്ഭുതപ്പെട്ടു. സത്യം പറയാമല്ലോ, ആന്റിയുടെ പാസ്റ്ററായിട്ട് ഞാൻ 4 വർഷം തിരുവനന്തപുരത്ത് ആളാ. പക്ഷെ ഇന്ന് 119 സങ്കീർത്തനത്തിന്റെ 10 വാക്യം ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഉള്ള സത്യമാണ്, കാരണം ഉള്ള സത്യം പറയണമല്ലോ. 10 വാക്യം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ആന്റിക്ക് 75 വയസ്സുള്ള ആന്റി യൂത്ത് മീറ്റിങ്ങിന് വന്നിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ ആന്റി 119 സങ്കീർത്തനം ഒരു സിംഗിൾ വേർഡ് തെറ്റാതെ, ഒരു വള്ളിപ്പുള്ളി തെറ്റാതെ 75 വയസ്സുള്ള ആന്റി പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാനൊരു വാക്ക് പറയട്ടെ, നമ്മളെ അല്പം പ്രായമായെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ റിട്ടയർ ആകാറായി എന്നൊക്കെ പറഞ്ഞവരൊക്കെ പരിശുദ്ധാത്മാവിന്റെ രാത്രി ചലഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. 94 വയസ്സുള്ള ഭക്തൻ പ്രധാനമന്ത്രി വരെ അലങ്കരിച്ചതും ഒരു 75 വയസ്സുള്ള ആന്റി അല്ലെങ്കിൽ ആന്റി 119 സങ്കീർത്തനം വായിച്ചതൊക്കെ പറയുമ്പോ അത്രയും പ്രായമാകാത്ത എല്ലാവരും കരവിയപ്പിന് സ്തോത്രം പറഞ്ഞാട്ടെ. അവരെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് ചില ചലഞ്ച് കർത്താവ് നമുക്ക് തരികയാണ്. ഞാൻ ഈ മടങ്ങി വരികയാണ്. അപ്പോ നമുക്ക് പ്രധാനമായ 1-2 വാക്ക് പറഞ്ഞ് വേണം നിർത്താൻ. അപ്പൊ ഒന്ന്, ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വ്യക്തിത്വങ്ങളെ അറിയുക. രണ്ടാമത്തത് ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ അറിയുക. ഞാൻ അല്പം മുമ്പേ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ട് 19 വർഷമായി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വചനത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാ. 19 വർഷമായി. ഈ 19 വർഷമായി ഞാൻ കല്യാണം കഴിച്ച ആദ്യത്തെ ഒരു വർഷമേ എന്ത് പ്രയാസമായിരുന്നു അറിയാമോ? എന്താണെന്നറിയാമോ? എന്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കല്ലേ, അത്ര അറിയാത്ത ആളല്ല. അല്ലെങ്കിൽ ഒരു സെക്യുലർ എഡ്യൂക്കേഷനും തിയോളജിക്കൽ എഡ്യൂക്കേഷനും ഉള്ള. കാരണം 2 കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്റെ കാര്യം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. മുഖത്തോട് മുഖം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. കാരണം 10, 20, 25 വർഷം ആയപ്പോഴ് അല്ലെങ്കിൽ നമ്മളിതൊക്കെ മറന്നു. നമ്മളെ കല്യാണം കഴിച്ച വർഷമേ, ശ്രദ്ധിക്കണേ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കല്യാണം കഴിച്ച വർഷമേ എന്റെ ഭാര്യയോട് ഒരു കാര്യം മനസ്സിലാക്കണേ. കാരണം വേറൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ 1/2 മണിക്കൂർ എടുക്കും, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. 1/2 മണിക്കൂർ ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഒരു 19 വർഷമായപ്പോഴേ ഇപ്പൊ ഞാൻ 1/2 മണിക്കൂർ വേണ്ട, 10 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് വേണ്ട. ഇപ്പൊ ഇത്രയും പേർ നിങ്ങളുടെ ഇടയിൽ എന്റെ വൈഫ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ വൈഫിനെ ഒന്ന് നോക്കിയാൽ ആ നോട്ടത്തിനകത്ത് എന്റെ ഭാര്യയ്ക്ക് അറിയാം ഞാൻ എന്തിനാ നോക്കിയത്. പക്ഷേ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. കാരണം നിങ്ങൾ ഇത്രയും പേരിയ്ക്കുന്നതിനകത്ത് എന്റെ ഭാര്യയെ ഞാൻ നോക്കിയാൽ നിങ്ങളെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ എന്തിനാ നോക്കിയത്. കാരണം നമ്മൾ തമ്മിൽ ആ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ വിവരിക്കാം. എന്നാൽ 19 വർഷമായിട്ട് എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 1000 പേരുടെ നടുവിൽ എന്റെ ഭാര്യ ഇരുന്നാലും ഞാനൊന്ന് നോക്കിയാൽ എന്റെ ഭാര്യയ്ക്ക് അറിയാം ഞാൻ എന്തിനാ നോക്കിയതെന്ന്. ഞാനൊന്ന് ചിരിച്ചാൽ എന്തിനാ ചിരിച്ചതെന്ന് എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകും. കാരണം അതിന് 10 വാക്കുകൾ വേണ്ട. എന്നെ കാരണം എന്നറിയാമോ? എന്റെ ഇഷ്ടങ്ങൾ, എന്റെ ചിന്തകൾ എന്നോടൊപ്പം ഇരുന്ന് അറിഞ്ഞ വ്യക്തിത്വമാണ്. നമുക്ക് മനസ്സിലാകുന്നോ? അപ്പൊ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വ്യക്തിത്വം അറിയണമെന്ന്. 2, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയാണ്. എങ്ങനെ അറിയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ മോശയോട് ദൈവം പറഞ്ഞത്. മുമ്പ് ഞാൻ വാക്ക് പറഞ്ഞു. മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് അറിയണം, എനിക്ക് നിന്നെ ഒന്ന് നിന്റെ വഴി അറിയണം. ഇതൊക്കെ പറഞ്ഞപ്പോ ദൈവം ഒറ്റ ഉത്തരം പറഞ്ഞു. നിങ്ങളൊന്ന് വായിക്കണേ, 33:12 തൊട്ട് പിന്നെ വായിച്ചാൽ മതി. 5-6 കാര്യം പറയുമ്പോ ദൈവം ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. മോശയോട് പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. എന്ന് പറഞ്ഞാൽ നിനക്കെന്നെ അറിയണോ, എന്റെ വഴി നിനക്കറിയണോ, എന്റെ ചിന്തകൾ നിനക്കറിയണോ? ഒറ്റ ആൻസറേ ഉള്ളൂ, എന്റെ സാന്നിധ്യത്തിൽ വസിക്കണം. നീ പോകുന്നിടത്തൊക്കെ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, എന്റെ പ്രസൻസ് നിന്നോടുകൂടെ പോരും. ആ പ്രസൻസിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഹൃദയം, എന്റെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് വാക്സിനേറ്റ് സർവീസ് ആണല്ലോ കർത്താവ്. 2024 അസാധാരണമായ ഒരു ഡിവൈൻ പ്രസൻസോടെ, ഒരു ദൈവ സാന്നിധ്യത്തോടെ എന്നെ നടത്തണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവര് ഇന്ന് രാവിലെ ഞാൻ പ്രവചിച്ചു. ഇന്ന് ഈ നിമിഷം മുതൽ ഈ 2024 നമ്മുടെ ജീവിതത്തിന്റെ കാലഘട്ടം മുഴുവനും ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കാൻ ദൈവാത്മാവിന്റെ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ പകരാനിടയായി തീരും. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞ് മോശയോട് ദൈവം പറഞ്ഞതുപോലെ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഇത് ഞാൻ കാര്യങ്ങൾ പറയുന്നുള്ളൂ, ഇതിന്റെ ആൻസർ പറഞ്ഞു. ചിന്ത മറക്കൽ. നമ്മള് യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും, അവർ വീര്യം പ്രവർത്തിക്കാനിടയാകും. അറിയുക എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യക്തിത്വത്തെ അറിയാന്ന, 2
അർത്ഥങ്ങൾ അറിയാനുള്ളതാണ്. ഞാൻ അതിന് ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം പറയാം. 5000 പുരുഷന്മാരും ബാക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇരിക്കുന്നു. ഞങ്ങളെ ദൈവദാസന്മാർ പറയാറുണ്ട് മൊത്തത്തിലൊരു 35,000 പേർ. 35,000 പേർ ഉറങ്ങാതിരുന്ന ഒരു ദൂതം കൂടെ പറയാം. മിഡിൽ ഈസ്റ്റിൽ മാത്രമേ ഉള്ളൂ സഭയിൽ സഹോദരിമാരെക്കാൾ കൂടുതൽ സഹോദരന്മാരുള്ളത്. ബാക്കി ലോകരാജ്യങ്ങളിൽ മൊത്തം ആത്മീയ വിഷയത്തിൽ സഹോദരന്മാരെക്കാൾ എണ്ണത്തിൽ കൂടുതൽ സഹോദരിമാരാണ്. അത് തിരിഞ്ഞു വന്നത് മിഡിൽ ഈസ്റ്റ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് കൺട്രിയിൽ ഏതെങ്കിലും ഒരു സഭയ്ക്കകത്ത് വന്നാൽ അവിടെ സഹോദരിമാർ കുറവ്, സഹോദരന്മാർ കൂടുതലുമാണ്. എന്താ പറയുക, അവിടുത്തെ സഹോദരന്മാർ ആത്മീയരായതുകൊണ്ടല്ല, ബാച്ചിലേഴ്സ് അവിടെ കൂടുതലായതുകൊണ്ടാണ് കാരണം. എന്നാൽ ഇനി ഇന്ത്യ ആയാലും അമേരിക്ക ആയാലും ഒക്കെ ആണെങ്കിലും ശ്രദ്ധിക്കണ ദൈവത്തിലെ ബാക്കി സഹോദരിമാരാണ് കൂടുതൽ. ഞാൻ പറയാൻ വന്നത് അതുകൊണ്ട് ഈ 5000 പുരുഷന്മാരെന്ന് എന്തിനാ പറഞ്ഞു വെച്ചാൽ, അപ്പൊ നമ്മൾ പറയുന്നത് എന്തിനാ സഹോദരിമാരെ ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഏറ്റവും കുറവെണ്ണ സഹോദരന്മാരാ, അതുകൊണ്ട് കുറച്ച് പറഞ്ഞു. 5000 പുരുഷന്മാരാണെങ്കിൽ ഒരു 10,000 സഹോദരിമാര്, അപ്പൊ 10, 5, 15 ഓരോ സഹോദരിമാരുടെ ഈ 2 പിള്ളേര്, അപ്പൊ 20,000 പിള്ളേര്, അപ്പൊ 20, 10, 30, 5, 35 പേര്, അപ്പൊ 35,000 പേര് മുമ്പിലിരിക്കുമ്പോ എന്റെ യേശുവിന്റെ കയ്യിലിരിക്കുന്നത് 5 അപ്പവും 2 മീനുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമുക്കറിയാവുന്ന നമ്മൾ മീറ്റിംഗ് നടത്തുന്നു. ഇന്നിപ്പോ വാച്ചിനേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫീസ്റ്റിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മീറ്റിംഗ് കഴിയുമ്പോഴേ വന്നത് 5 പേരുമാണെങ്കിൽ വന്നതെത്ര 5 പേര്. സ്വന്തം നമ്മുടെ വീട്ടിലിരിക്കുന്നത് 50,000 അപ്പം. എന്നാലും വീട്ടുകാർക്ക് അങ്ങ് ടെൻഷനാണ്, അല്ലെങ്കിൽ എങ്ങനെ തികയ്ക്കുമെന്ന്. എത്ര പേരാ വന്നേ? 5 പേര്. ഇരിക്കുന്നത് 50,000 അപ്പം. ശ്രദ്ധിക്കണേ, എന്നാലും കഴിയുന്നത് വരെ നമുക്ക് ടെൻഷനാ. എന്താ നമ്മുടെ യേശുവിനെ നോക്കിയാട്ടെ, 35,000 പേര് തന്റെ മുമ്പിൽ ഇരിക്കുമ്പോ കയ്യിലിരിക്കുന്ന 5 യവത്തപ്പമാ. എത്ര കൂളായിട്ടാ അവരെ പന്തിയാ ഇരുത്താൻ പറഞ്ഞെന്ന് പറയുമ്പോ, കർത്താവ് ഞങ്ങൾക്കൊരു ചോദ്യം ഇതാണ്, മുമ്പിൽ നിൽക്കുന്ന 35,000 പേരുടെ മുമ്പിൽ ഈ 5 യവത്തപ്പം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിന് കഴിക്കാൻ അവന്റെ അമ്മ കൊടുത്തുവിട്ട യവത്തപ്പം, അങ്ങനല്ലേ? അപ്പൊ നമുക്കറിയാം ഒരു കുഞ്ഞിന് കഴിക്കേണ്ട പരുവത്തിൽ ഉണ്ടാക്കി കൊടുത്തുവിടുക. അപ്പോ അത് അവൻ നഷ്ടമാക്കി കളയരുതെന്ന ചിന്തയ്ക്ക് ദാരിദ്ര്യമുള്ള ഒരു വീട്ടിലെ കൊച്ച, അങ്ങനെ കേട്ടോ. ആ കാലത്ത് പണക്കാര് ഗോതമ്പപ്പം കൊടുക്കുമ്പോ ദാരിദ്ര്യമുള്ളവന്റെ വീട്ടിലെ യവത്തപ്പം കണക്കൊക്കെ ബൈബിളിലുണ്ട്, എടുക്കുന്നില്ല. അപ്പൊ ഒരു പാവം പിടിച്ച വീട്ടില്, ദാരിദ്ര്യമുള്ള വീട്ടിലെ കുഞ്ഞിന് അവന്റെ വിശപ്പ് മാറാൻ കൊടുത്തുവിട്ട 5 യവത്തപ്പം കയ്യിലിരിക്കുമ്പോ, അതിനകത്തൊക്കെ ദൂത് പറയാൻ ദൈവാത്മാ പ്രേരിപ്പിക്കുന്നു, സമയമില്ലാത്തത് കൊണ്ട്. 5 യവത്തപ്പം കയ്യിലിരിക്കുമ്പോ 35,000 മുമ്പിലിരിക്കുമ്പോ യേശു എന്താ കൂളായി നിൽക്കുന്നത്, എന്താ സൗമ്യനായി അവരെ പന്തിയായി ഇരുത്താൻ പറയാൻ അറിയാമോ? എന്നെ ഒറ്റ ഉത്തരമുള്ളൂ, യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും, അവര് വീര്യം പ്രവർത്തിക്കും. കാരണം മുമ്പിലെ ആവശ്യം അറിയാമെങ്കിലും തന്നെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ച തന്റെ അപ്പനെ കുറിച്ച് തനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പന്റെ ഇഷ്ടം എന്നറിയാമോ? അന്ന് അവരെ വിശന്ന് വിടാനല്ല, അവരെ വിശന്ന് വിടാൻ, അങ്ങനല്ലേ പറഞ്ഞത്? ഇവരെ വിശപ്പോടെ മറന്നു വിടാൻ നമുക്ക് പറ്റിയല്ല. അപ്പന്റെ ഇഷ്ടം അന്ന് ഫാസ്റ്റിംഗ് അല്ല, അപ്പന്റെ ഇഷ്ടം ഫീസ്റ്റിംഗ് ആണ്. അത് അറിഞ്ഞാ പറഞ്ഞത്, അപ്പന്റെ ഇഷ്ടം ഫീസ്റ്റിംഗ് ആണെങ്കിൽ ഈ 5 യവത്തപ്പം മതി എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്തെടുക്കാൻ. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഇവിടെ നിന്ന് പെണങ്ങല്ലേ, ഞാൻ ഒത്തിരി കർത്താവിന്റെ കൃപയാൽ അനവധി പ്രാവശ്യം ദൈവസഭയെ പ്രസംഗിച്ചിട്ടുണ്ട്. അന്നൊന്നും പറയാത്തൊരു ദൂത് പറയാം, കർത്താവെ എന്റെ 5 യവത്തപ്പേ ഉള്ളൂ, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് നടക്കുക എന്ന് പറഞ്ഞ ചിലരെ ഹല്ലേലൂയ എന്തോ പരിശുദ്ധാത്മാവ് ഇതുവരെ പറയാത്തൊരു ദൂത് പറയാൻ നിർബന്ധിക്കുന്നു. നിന്റെ കയ്യിലെ 5 യവത്തപ്പം സർവശക്തന് അത് 35,000 ഭക്ഷണമാണ്. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് പ്രവചിച്ചിടപെടുക. ഒരു പാവം പിടിച്ച സഹോദരിയുടെ കയ്യില് 2 വെള്ളിക്കാശിന് 2 കാശിന് വിലയിട്ട എന്റെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്തോ ദൈവാത്മാവിന്റെ വാക്കിടപെടുന്നു. എന്റെ പരിമിതമായതിന്, ആരുടെ വ്യക്തിപരമാകട്ടോ, എന്റെ പരിമിതമായത് കൊണ്ട് ഹല്ലേലൂയ എങ്ങനെ വേറെ ചെയ്യും, എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ നീ കൊടുക്കുന്നതിന്റെ വലിപ്പമല്ല, നിന്റെ മനസ്സുപോലെ കൊടുക്കാൻ ആളിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്കകത്ത്, കർത്താവ് എനിക്ക് ആഗ്രഹമുണ്ട് നിന്റെ നാമത്തിൽ, നിനക്കറിയാം ഇതുവരെ ഞാൻ പറയാത്തൊരു ദൂത ഇപ്പൊ പറയുന്നത്. ഇതൊരു വാച്ചിനൽ സർവീസ് ആയതുകൊണ്ട് നിന്റെ കയ്യിലെ അതിന്റെ കാര്യം ചെറുതായിരിക്കാം, നിന്റെ കയ്യിലെ നന്മ 5 യവത്തപ്പമായിരിക്കാം, 2 കാശായിരിക്കാം, പക്ഷെ വിലയിടുന്നത് അതിന്റെ വലിപ്പമല്ല കേട്ടോ,
അതിന്റെ വിലയിടുന്നതിന്റെ മനസ്സറിവതില് അത് കൊടുത്താൽ മതി. ഒരു കാര്യം പ്രവചിച്ചു പറയാം, ഇന്ന് 2 കാശ കൊടുക്കാൻ നിന്റെ കയ്യിലുള്ളതെങ്കിൽ സ്വതം അതിന് കൊടുത്ത് ഒരു കാര്യം ഉറപ്പ്, പരിശുദ്ധാത്മാവിടെ വിടുന്നു, ഈ 2024 അവസാനിക്കുന്നതിന് മുമ്പ് 2 കാശിന്റെ സ്ഥാനത്ത് 20 കാശ് കൊടുക്കാൻ ദൈവം നിന്റെ ഭണ്ഡാരത്തിൽ നിറവ് നൽകും. അങ്ങനെ വേദനിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുക, 2 കാശ് 20 കാശാക്കി മാറ്റാൻ, അല്ലെ 5 യവത്തപ്പോൾ ആയിരങ്ങളെ പോഷിപ്പിക്കത്തക്കോളം ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് ഈ സന്ദേശം ഞാൻ ഇടുക. സ്വതന്ത്രം നമുക്ക് അതിനുള്ള ടൈം, ഞാൻ പ്രധാന ദൂതിലേക്ക് അധികം വരാതെ പറഞ്ഞ നിർത്തും. 3-ാമത്തെ പോയിന്റ് വരുന്നുള്ളൂ. അപ്പം യഹോവയെ കുറിച്ചുള്ള അറിവല്ല, നിങ്ങളൊന്ന് ചിന്തിക്കണേ. എനിക്ക് അവിടെ അധികം പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ കുറിച്ചുള്ള അറിവും യഹോവയെ അറിയുകയും, എങ്കിലും ഞാൻ പെട്ടെന്ന് യഹോവയെ അറിയുക എന്ന് പറയുന്നത് അവന്റെ വ്യക്തിത്വത്തെ അറിയുക എന്നുള്ളതാണ്. യഹോവയെ അറിയുക എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടങ്ങളെ അറിയുക എന്നുള്ളതാണ്. ഇഷ്ടങ്ങളെ അറിയുക. സോ അതാ ഞാൻ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ പറഞ്ഞത്. എന്റെ കല്യാണം കഴിച്ചപ്പോ എന്റെ ഭാര്യയ്ക്ക് എന്നെ അറിയത്തില്ല, എന്റെ ഇഷ്ടങ്ങളൊന്നും അറിയത്തില്ല. എന്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇത്രയും കാലമായിട്ട് അറിയാത്തവരുണ്ടല്ലോ, ശ്രദ്ധിക്കണേ, അറിയത്തില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ ഇഷ്ടങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ചിന്തകൾ, എന്റെ ക്യാരക്ടർ അത് പഠിച്ചപ്പോ ഒന്ന് നോക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്, കുഞ്ഞെ മോശേ, നിനക്കെന്നെ അറിയണോ? എന്റെ വഴി നിനക്കറിയണോ? ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ആ സാന്നിധ്യം നഷ്ടപ്പെടുത്താതിരുന്നാൽ ആ സാന്നിധ്യം നിന്നെ പഠിപ്പിച്ചു നൽകും. യഹോവയെ അറിയുക എന്ന് പറയുന്നത് 3-ാമത് ദൈവത്തിന്റെ ശക്തി അറിയുക എന്നുള്ള വാക്യം പറഞ്ഞ് അങ്ങ് നിർത്തുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, എഫെസ്യർ ലേഖനം 1:19 കിടക്കുന്നത്. അതിന്റെ 16 മുതൽ പറഞ്ഞാലേ അറിയത്തുള്ളൂ. 3-4 മിനിറ്റ് കൂടി നിർത്താൻ വേണ്ടിയാൽ ശ്രദ്ധിക്കണേ. നമുക്കറിയാം, എഫെസ്യർ ലേഖനം 1:16 മുതൽ കിടക്കുന്നത്, അവൻ തന്റെ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശയം തോന്നും, അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നെന്നും അവന്റെ ബലത്തിന്റെ വല്ലവത്വത്തിൽ വിശ്വസി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വറ്റ വലിപ്പം ഇന്നെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെ നോക്കിയ വാക്ക് നോക്കിയേ. പൗലോസ് എഫെസോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥി പറയുകയാണ്, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഗ്രഹിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ ഈ 2024 നിന്റെ ശക്തിയുടെ, അങ്ങനെ ഭക്തന്റെ പ്രാർത്ഥനയല്ലേ, നമുക്ക് ധൈര്യമായിട്ട് പറയാം, നിന്റെ ശക്തിയുടെ, ദൈവമേ നിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്നും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വതം അങ്ങനെ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വം മറ്റാരുമല്ല കേട്ടോ, വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. അത് പറഞ്ഞാൽ നിർത്താം. നിങ്ങൾ എഫെസ്യർ ലേഖനം 1:19 വായിച്ച ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അവന്റെ ബലത്തിന്റെ വല്ലവത്വത്തിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അടുത്ത 20-ാം വാക്യം, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എന്ത്? അളവറ്റ വലിപ്പം. സ്വതം ക്രിസ്തുവിലും വ്യാപരിച്ച് മരണത്തിൽ നിന്ന്, മരിച്ചവരുടെ നിന്ന് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുന്ന വിധത്തില് അങ്ങനെയൊക്കെ നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ ശക്തി നമുക്കൊന്ന് തിരിച്ചറിയണം. നമ്മൾ നോക്കിയാട്ടെ, ഉറച്ചു നിന്ന് വീര്യം പ്രവചനം അറിയാമോ? യേശു പറഞ്ഞു തന്നെ, യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നതുപോലെ മനുഷ്യപുത്രം ഭൂമിയുടെ അതോ ഭാഗത്ത് 3 ദിവസമേ ഇരിക്കത്തുള്ളൂ, 4-ാം ദിവസം ഞാൻ പുറത്തു വരും. ഒന്ന് സ്തോത്രം പറഞ്ഞേ. അടുത്തത് കിടക്കുന്നത്, ഈ മന്ദിരം പൊളിപ്പി, 3-ാം ദിവസം ഞാൻ പണിയും എന്ന് പറഞ്ഞാൽ എന്റെ അപ്പന്റെ ശക്തിയെ കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. എന്നോടുള്ള ദൂത തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. ഇത് പറയുമ്പോൾ ദൈവാത്മാവിന്റെ വെളിപ്പാടെന്നെ കാണിക്കുന്നു. അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കണ്ടിന്യൂസ് ആയി മെഡിസിൻ എടുക്കുന്ന ആ മേഖലയിൽ ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വരുമെന്ന് എന്തോ എനിക്ക് അറിയില്ല. ഇത് ഹല്ലേലൂയ പ്രവചിച്ചു പറയാൻ ദൈവാത്മാവിടെ വിടുന്നു. ആ മേഖലയിൽ ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വരുമെന്ന്, ആ മേഖലയിൽ ഒരു മെഡിസിൻ ചെയ്യേണ്ടി വരുമെന്ന്, ഒരു മേഖല ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ദൈവവൈദ്യനെ നിന്റെ കാതിൽ മന്ത്രിക്കപ്പെടുന്നുണ്ടോ? വിളിച്ചു പറ. കർത്താവ് പറഞ്ഞതുപോലെ എന്റെ ദൈവത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടാനിടയായാൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് ദൂതപ്പെട്ട് കേട്ടോ, ആ മേഖലയിൽ അങ്ങനെ സംഭവിക്കാൻ പോകുക. ആ മേഖലയിൽ കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കേണ്ടി വരും. ആ മേഖലയിൽ ട്രീറ്റ്മെന്റ് വേണ്ടി വരുമെന്ന് നിന്റെ കാതിൽ മന്ത്രിക്കപ്പെടുന്നുണ്ടോ? ഇന്ന് അതിന്റെ മേൽ ഭേദിച്ചുകൊണ്ട് വിളിച്ചു പറ. ആ വാക്കുകളെ ക്യാൻസൽ ചെയ്ത് വെച്ച് വിളിച്ചു പറ, എന്റെ ദൈവത്തിന്റെ ശക്തി എനിക്കൊന്ന് അറിയണം. ക്രിസ്തുവിൽ ആ ശക്തി വ്യാപരിച്ചപ്പോ എന്റെ യേശു പുറത്തു വന്നെങ്കിൽ ആ ദൈവ ശക്തി എന്നിലൊന്ന് വ്യാപരിക്കാനിടയായാൽ അസാധാരണമായ പ്രവൃത്തി, അസാധാരണമായ ഡെലിവറൻസ് ഈ 2024 എനിക്ക് കാണാൻ പറ്റും.
നമുക്കൊന്ന് പറയാമോ? എങ്കിലും യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും, അവർ വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന്റെ വ്യക്തിത്വങ്ങളെ കുറിച്ച്, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ കുറിച്ച്, ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് അറിയാൻ ഒന്ന് കരമുയർത്തി പറയാൻ പറ്റും ഒരു വാക്കിൽ. സാധാരണ ഞാൻ മെസ്സേജ് പറഞ്ഞേ നിർത്താറുള്ളൂ. പക്ഷെ ഇന്ന് ഈ രാത്രിയിൽ ദൈവജനത്തെ ഒന്ന് ബ്ലസ് ചെയ്യാൻ പരിശുദ്ധാത്മാവനെ നിർബന്ധിക്കുന്നു. ആ ഒരു നിർബന്ധം എന്റെ വെള്ളത് കൊണ്ട് ഒരു വാക്കി പ്രാർത്ഥിക്കാൻ ആഗ്രഹം. ഒന്ന് പറയാമോ? കർത്താവേ, ഈ പല വാക്കുകൾ കൂടെ ഒക്കെ കർത്താവ് പറഞ്ഞു. എന്നാൽ പ്രധാനമായി കർത്താവേ, 2024 കർത്താവെ, നിന്റെ ആ നാമത്തിന്റെ വ്യക്തിത്വത്തെ ഒന്നറിയാൻ, നിന്റെ ഹല്ലേലൂയ ഇഷ്ടങ്ങളൊന്നറിയാൻ, നിന്റെ ശക്തി ഒന്നറിയാൻ. നമുക്കറിയാമല്ലോ, പാട്ടുകാരൻ പറയുന്ന പോലെ, എന്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, നിന്റെ ഹിതത്തിൽ നിറവിൽ ഞാൻ പ്രശോഭിക്കാൻ. എത്ര പേര് പറയാം, കർത്താവേ, ഈ 2024 നിന്റെ ഹിതത്തിന്റെ നിറവിൽ ഞാൻ പ്രശോഭിക്കാൻ. ആദ്യനും അന്ത്യനും എന്ന് പറഞ്ഞാൽ നമ്മൾ പാടത്തില്ലേ? ഒന്ന് പറഞ്ഞേ, കർത്താവേ, യഹോവയെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഒരു വാക്കൂടെ പറയാൻ പരിശുദ്ധാത്മാവനെ നിർബന്ധിക്കും. കർത്താവേ, നിന്നാൽ ഒരു മിറക്കിൾ, നിന്നാൽ ഒരു പ്രൊവിഷൻ എനിക്ക് ഈ വർഷം വേണം. ദൈവാത്മാവ് അങ്ങനെ പറയുന്നത് കൊണ്ട്, കർത്താവേ, ഈ വർഷം എന്താട്ടെ സ്പിരിച്വൽ ഓർ മെറ്റീരിയൽ, എനിക്ക് നിന്നെ ഉയർത്തത്തക്കുള്ള ഒരു വിടുതൽ, ഒരു പ്രൊവിഷൻ ആഗ്രഹിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞ് അങ്ങനെ നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങനെ ശ്രുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളാകെ ഒന്നിച്ചങ്ങടെ സന്നദ്ധത്ത് വരുന്നു. കർത്താവെ, ഞങ്ങളുടെ വലിയൊരു ദാസ സൈന്യങ്ങളിലായി, ആന്റിക്കായി, കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്തു. ഓഫ്ലൈനായി ഓൺലൈനായി മീറ്റിംഗിലായിരിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് അങ്ങയുടെ ജനത്തിന്റെ മധ്യ അരകെട്ട് ശുശ്രൂഷിപ്പാൻ, അങ്ങനെ വചനം പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ പിതാവേ, ക്രിസ്തു മൂലം ഭാഗ്യത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ആഗ്രഹത്തോടെ കരമുയർത്തി ഞങ്ങളുടെ ജനത്തെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന കർത്താവേ, ഈ 2024 അങ്ങയുടെ ജനത്തിന്റെ ജീവിതത്തില്, അവരുടെ കുടുംബ ജീവിതത്തില്, അവരുടെ ജോലി മേഖലയില്, കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിന്, അങ്ങയുടെ ജനം ഭാരപ്പെടുന്ന മേഖലകളെല്ലാം ഒരു വിടുതലായി സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രവർത്തിക്കുന്നോണ്ട് ഇഷ്ടമാണ്. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇപ്രകാരം